മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെല്ലേലും മറിമായം. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. എന്തായാലും നീക്കം എടുക്കാൻ വന്നത്? എന്താണ് എന്തരിഞ്ഞ് വന്നേന്ന്? ആ ചെയറിലിരിക്കണ സാറില്ലേ എന്ന് വന്നിട്ടില്ല? എപ്പോ വരൂ സാറ്? ആ ചെയർ ഇരിക്കണ സാർ എപ്പോ വരുമെന്ന് ഈ ചെയർ ഇരിക്കണ സാറിന്റെ അടുത്ത് ചോദിച്ചാ ആ ചെയർ ഇരിക്കണ സാർ ഈ ചെയർ ഇരിക്കണ സാറിന്റെ കൂടെ അല്ല പുറത്തി ചോദിച്ചാണ്. അതോ സാറേ ഞാൻ വന്നതെന്താ അറിയോ, എനിക്ക് ഒരു മില്ലുണ്ട്. ഞാൻ ആ മില്ലിന് ലൈസൻസ് ഒന്ന് പുതുക്കണം എനിക്ക്. എന്താ ആ സാറ് പുതുക്കിയാലേ പുതുങ്ങോളാം? അല്ല ആ സാറ് പുതുക്കിയാലേ പുതുങ്ങോളാം? അങ്ങനെ ഇല്ലാതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ സാറ് ചെയ്തു തന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതേ. ഞാൻ എടുക്കട്ടെ സാറേ, ഞാൻ സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതൊന്നും എടുക്കണ്ട, ആ സാറ് പുതുക്കിയാലേ പുതുങ്ങോളൂ. നിങ്ങൾ ആ സാറിന്റെ അടുത്ത് പോയി ചോദിക്കും. ആ സാറ് ഫീൽഡിലാണ്, ഇപ്പോഴൊന്നും വരില്ല. അയ്യോ എന്ത് പറ്റി? ആശുപത്രിയിലാണോ? എന്തെങ്കിലും അസുഖം ഉണ്ടായോ? അതെ, ഞങ്ങൾക്ക് ഇവിടെ ജോലി ഭാരമൊക്കെ കൂടുമ്പോഴത്തേക്കും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫീൽഡിലോട്ട് ഇറങ്ങിപ്പോകും. ശരി, രക്തഓട്ടങ്ങളും മറ്റും കൂട്ടാൻ വേണ്ടിയിട്ട്. അല്ല സാറേ, ആ സാറപ്പോ എവിടെ കാണും? ആ സാറ് സ്വന്തം വീട്ടിൽ പെമ്പറന്നൊരുത്തിയുടെ കൂടെ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ഷാപ്പിന്റെ ഫ്രണ്ടില കടത്തിനെല്ലാം അങ്ങനെ കാണും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യൂ, സാറാ ഒന്ന് ശരിയാക്കി തരി. ഞാൻ മില്ല് അടച്ചിട്ടാണ് വന്നതേ. ഇന്നെന്ത് കടയടപ്പാണ്? കടയടപ്പല്ല, ഇന്നല്ല ഇത് പുതുക്കേണ്ട അവസാനത്തെ ദിവസം. നിങ്ങൾക്ക് എന്തിനാണ് ഈ 11:30 മണിക്കും 12:30 മണിക്ക് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി പറഞ്ഞത്? അല്ല എന്തിനാണ് എന്തിനാണെന്ന്? മില്ലിൽ ഭയങ്കര തിരക്കാണ് സാറേ, ഇപ്പൊ ജോലി കൂടുതലുള്ള സമയമാണേ. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ലീവ് എടുത്ത് നിങ്ങളുടെ മില്ലി വന്ന് നിൽക്കാം. അയ്യോ അതെന്തിനാണ്? അല്ല നിങ്ങളൊരു തടി എടുത്ത് കൊടുത്തില്ലെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ തടിയൊന്നും വാങ്ങിക്കാതെ ഇരിക്കുന്നില്ല. ഫോറസ്റ്റുകാർ കണ്ണു വെട്ടിച്ച് എടുത്തോണ്ട് വന്ന തടിയൊക്കെ അല്ലേ? അയ്യോ ആ മില്ലല്ല സാറേ, എന്റെ ആ മില്ലല്ല. പിന്നെ ഏത് മില്ല്? ഞാൻ മറ്റേ ഈ നെല്ല് ഗോതമ്പ് അരി അതൊക്കെ പൊടിക്കണ മില്ലാണേ, പൊടിമില്ലാണ്. പൊടിമില്ലാണ് അത് പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരും പട്ടിണിയൊന്നും കിടക്കൂല. ഇഷ്ടംപോലെ ഫാസ്റ്റ് ഫുഡ് കടയുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ തട്ടുകടയുണ്ട്, അവരവിടെ പോയി കഴിച്ചോളും. അപ്പൊ ഞാൻ ഫൈൻ അടയ്ക്കണ്ട? അയ്യോ ഞങ്ങൾ അടച്ചോളാം, പോരെ? അല്ല അടയ്ക്കാം. അത് വേണ്ട സാർ, അത് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇല്ല ഇല്ല സാറേ, ആ കസരിക്കുന്ന സാറില്ലേ, ആ സാറ് വരുമ്പോ സത്യശീലം വന്നു അന്വേഷിച്ചു ഒന്ന് പറയണം. പറയാം. ഇനി വേറെ എന്തെങ്കിലും പറയണോ? വേറെ ഒന്നും പറയണ്ട. അല്ല പറയാം. അല്ല എന്തൊരു പറയാൻ വേണ്ടല്ലോ. എന്നാ പിന്നെ സാറേ ഞാൻ പോയിട്ട് നാളെ വരട്ടോളേ. സാറ് വന്നല്ലോ. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഒന്ന് വീശാൻ കൂടി സമ്മതിക്കത്തില്ല? ഞാൻ എന്റെ ലൈസൻസ് പുതുക്കാൻ വേണ്ടി വന്നതാണ്. അണ്ണാ നിങ്ങൾ ഈ ഫീൽഡിൽ പോയില്ലേ ഇന്ന്? ഞാൻ പോയില്ലല്ലോ ലളിത. എന്ത്? നമ്മുടെ ആ PF-ന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പുതുക്കിയില്ലേ, അതിന്റെ ഓർഡർ കോപ്പി തന്നെ ഉണ്ടോ? അത് എന്റെ കയ്യിലെടുന്ന് നിങ്ങൾ സെക്രട്ടറിയുടെ അടുത്ത് പോയി ചോദിച്ചു, അങ്ങനെ മാച്ചപ്പെടുത്ത അങ്ങനെ കാണും. ഇവിടെ ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. അല്ല ലൈസൻസ് പുതുക്കാനല്ല, അവിടെ നിൽക്കും ലാസ്റ്റ് ദിവസമാണെന്ന്. തന്നോടല്ലേ പറഞ്ഞത്? ഒരു കാര്യം സംസാരിച്ചിട്ട് കണ്ടില്ലേ ലളിത? കഴിഞ്ഞ പ്രാവശ്യം PF-ന് ലോൺ എഴുതി കൊടുത്തപ്പോ മതിൽ കെട്ടാനാന്ന് പറഞ്ഞ എഴുതി കൊടുത്തേ. നീ ഇപ്രാവശ്യം എന്ത് എഴുതി കൊടുക്കും എന്നുള്ളത് ആലോചിച്ചോണ്ടിരിക്കണേ. നിങ്ങളുടെ മോളെ കല്യാണം എന്ന് പറഞ്ഞ് എഴുതി കൊടു. അയ്യോ അവക്ക് 16 വയസ്സ് പോലും ആയിട്ടില്ല. അണ്ണാ നിങ്ങളിത് എന്തിനാണ് പറയണത്? ഇതൊന്നും അവരാരും വന്ന് അന്വേഷിക്കുകയൊന്നുമില്ല. നമ്മളിവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കണത് അവിടെ പോയി അന്വേഷിച്ചിട്ടാണ്. നിങ്ങൾ എഴുതി കൊടുക്കണ്ണ. സാറേ രാവിലെ ഞാൻ മില്ല് അടച്ചിട്ട് വന്നതാണ്, എനിക്ക് ഉച്ച കഴിഞ്ഞ് തുറക്കണം, അതാണ്. എന്നാ പിന്നെ അങ്ങനെ എഴുതാല്ലേ ലളിത? അങ്ങനെ എഴുതിയാൽ മതി. എടാ തന്നോട് എന്തെങ്കിലും ചോദിച്ചോ? അല്ല സാർ, എന്റെ ലൈസൻസ് ഓഫീസിൽ 2 ഉദ്യോഗസ്ഥർ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് തന്നോട് എന്തെങ്കിലും ചോദിച്ചോ? എനിക്ക് എന്താ വേണ്ടേ? എന്റെ ലൈസൻസ് ഒന്ന് പുതുക്കണം സാറേ, ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ. ലൈസൻസ് പുതുക്കണം. കഴിഞ്ഞ വർഷം അടുത്ത റെസിപ്റ്റ് എടുത്തേ. സമാധാനമില്ലാത്ത ആൾക്കാരായി ഇത് എന്ത് ചെയ്യും? എന്താ അറിയോ, മില്ലിലെ ഭയങ്കര തിരക്കുള്ള സമയമാണ്. എന്നുവെച്ചാൽ 1 മണിക്കൂറിൽ 1 മണിക്കൂർ നേരത്തെ എത്തിയാൽ. ഇതിന് മുന്നത്തെ വർഷത്തെ അടച്ച റെസിപ്റ്റ് എടുക്കും. മുന്നത്തെ അതിന്റെ അടിയിലുണ്ട് സാറേ, ഇതന്നെ അടിയിട്ടാണ്. അതന്നെയാണ്. ആ പൊല്യൂഷൻ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ? അതെടുക്ക്. അത് വേണോ? അത് വേണോന്നോ? എടാ മലിനീകരണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് വേണം അല്ലേ? അത് വേണം. തന്റെ ഈ മില്ലിൽ പൊടിക്കുന്ന മല്ലിയുടെയും മുളകിന്റെയും പൊടിയൊക്കെ എങ്ങോട്ടാ പോകുന്നത്? അത് വേറെ എവിടേക്കും പോവില്ലേ സാറേ, അത് അവിടെ തന്നെ ഉണ്ടാവും. എടാ ഈ പൊടിയൊക്കെ മൂക്കി കയറി അത് നമ്മുടെ ലങ്സിൽ വന്ന് കെട്ടിക്കിടക്കും. അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയോ? ഞാൻ മില്ലിക്ക് കയറി കഴിഞ്ഞാൽ അപ്പൊ മൂക്കാണ് കെട്ടും, ഒരു കുഴപ്പമില്ല. എടാ തന്റെ മൂക്കിന്റെ കാര്യമല്ല, തന്റെ മില്ലിൽ പൊടിക്കുന്ന പൊടിയൊക്കെ നാട്ടുകാരുടെ മൂക്കിലേക്ക് കയറില്ല എന്ന് മലിനീകരണ ബോർഡ് തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതെടുക്ക്. അതുണ്ട്, പക്ഷേ പിന്നെ എന്താ എടുക്കാൻ താമസം? ചെറിയൊരു കുഴപ്പമുണ്ട് സാറേ, ഇതിനെ ദേശം വഴക്കുണ്ട്. എന്താ ഇത്? അത് തന്നെയാണ്, ആ സർട്ടിഫിക്കറ്റ് ആണ്. ദേശം ദ്രവിച്ചിട്ടുണ്ട്, അതാണ് സർട്ടിഫിക്കറ്റാ. ഇത് തന്റെ ആണെന്ന് എന്താ തെളിവ്? എന്റെ പേരുണ്ട്. എവിടെ? ഇതവിടെ ഉണ്ടല്ലോ, മോള്. ഇത് ഏതാ മോള്, ഇത് ഏതാ താഴെ? സാർ മോള് തന്നെ. മോള്
എവിടെ തന്റെ പേര്? എൻ്റെ പേര് ഇതാ സത്യശീലൻ. ഇതിൽ സത്യം നല്ലേ ഉള്ളൂ. അതെ, അത് മറ്റത് ദ്രവിച്ചു പോയതാണേ, ദ്രവിച്ചു പോയി. എടാ ഇത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ അങ്ങനെ പറയൂ സാറേ, എന്തായാലും എനിക്ക് ചെയ്ത് തരണം സാറേ. ലോലിത ഇത് കണ്ടോ? പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുണ്ട്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കണ്ടോ? കൊടുക്കണം ഞാൻ? അവിടെ കൊണ്ട് കൊടുക്കും. അതിൽ വേറൊരു സ്വഭാവമാണ്. ഞാൻ സാർ ഇന്നാൾ വന്നപ്പോൾ സാറാണല്ലോ ശരിയാക്കി തന്നു വിചാരിച്ചിട്ട് സാധനത്തേക്ക് വന്നത്. അപ്പൊ ഇതോ ഇതൊക്കെ അവിടെ കൊടുക്ക്, അവിടെ കൊടുക്ക്. പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാ സാറ്? സാറേ സാറേ ലൈസൻസിന്റെ ഇതാണ്. എൻ്റെ സത്യശീലാണ്. ഓരോ ദിവസവും നിയമങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മില്ല് അടച്ചു പൂട്ടും, നിങ്ങളുടെ യന്ത്രങ്ങളെല്ലാം കൂടെ തുരുമ്പിക്കും. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യ്, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടോ, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടോ. അതെ സർട്ടിഫിക്കറ്റ് ഉണ്ട് സാറേ, പക്ഷെ അതെന്ന് വെച്ചാൽ ഒരു ലേശം ദ്രവിച്ചു പോയി. അതാണ്. ഇനിയിപ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ നമ്മൾ പുതിയത് വേണം പറഞ്ഞാൽ അവർ തരുമോ? പിന്നെ അവർ തരാതെ അവരെന്തിനു ചെയ്യും? നിങ്ങളിത് കാണിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് തരാൻ പറഞ്ഞാൽ മതി. അത് ഇവിടെ കൊണ്ടുവരുമ്പം ഞങ്ങൾ റെസിപ്റ്റ് എഴുതി തരും, ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട്. ഫൈൻ അടയ്ക്കണ്ട. ഫൈൻ അടയ്ക്കണ്ട അല്ലേ? സെക്രട്ടറി അറിയാതെ ഇതൊക്കെ ചെയ്ത് തരണേന് ഞങ്ങളെ കാണേണ്ട പോലെ കാണുകയും തരേണ്ട പോലെ തരുകയും ചെയ്യണം. അത് ചെയ്യാലോ, എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ. എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ അറിയാ. എന്നാ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി ദൈവത്തിന്. ഇതെല്ലാം കൂടെ കൊണ്ടുപോകണം. നിങ്ങൾ കൊണ്ടുപോകണം സാറേ. ഇത് അതെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവര് തന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത് കാണണോ? ഇരിക്കും. ഒരു ഉപകാരം ചെയ്താൽ തിരിച്ചു ചെയ്യണോ ഇതുവരെ പഠിച്ചിട്ടില്ല സാറേ. ഞാൻ എന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് അരിയോ മല്ലിയോ മുളകോ എന്ത് വേണിച്ചാൽ പൊടിക്കാൻ കൊണ്ടുവരി. ഞാൻ 5 പൈസ വാങ്ങിക്കാതെ തരാം, നിങ്ങൾക്ക് പൊടിച്ചു തരാം. അങ്ങനെ 3-4 തവണ പൊടിപ്പിക്കലൊക്കെ തന്റെ മില്ലിൽ മതി. ഇവിടെ ഒറ്റ തവണ പൊടിപ്പിക്കലേ ഉള്ളൂ. ഒരു 1000 രൂപയ്ക്ക് തന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരാം. 1000 രൂപയോ? അപ്പോ ഈ മറ്റേ ലൈസൻസ് ഇത് തന്നെ മതിയോ? അത് തന്നെ മതി. അതെ തന്റെ ലൈസൻസ് പുതുക്കാനുള്ള തീയതി ഞങ്ങളൊരു 3-4 ദിവസം അങ്ങോട്ട് നീട്ടി തരും. ശരി. ഇത് പുറത്താരോടും പോയി പറയരുത്. അതിനുള്ള ഫീസായി 1000 രൂപ. എക്സ്റ്റൻഷൻ ഫീ അല്ലാണ്? അത് തന്നെ. പിന്നെ അതിന് തനിക്കിപ്പോ സമ്മതമല്ലെങ്കിൽ തന്റെ ലൈസൻസിൽ ഞങ്ങൾ ചുമന്ന മഷി കൊണ്ട് ഒരു വര അങ്ങ് വരയ്ക്കും. അയ്യോ വരയ്ക്കല്ലേ സാറേ. ഒടുവിൽ മില്ല് പണി നിർത്തിട്ട് കല്ല് പണിക്ക് പോകേണ്ടി വരും. വേണ്ട ഞാൻ തരാം, പൈസ ഞാൻ തരാം. ഇപ്പോ അവരെ ചോദിക്കുമ്പോ ഞാൻ എന്താ അവരോട് സമാധാനം പറയാ? അവരോട് പിന്നെ അരി പൊടിച്ചപ്പോ അതിന്റെ കൂട്ടത്തിലങ്ങ് വിഴുന്നു പോയി എന്ന് പറഞ്ഞാൽ മതി. അത് മതിയല്ലേ? അത് മതി. ഗോതമ്പ്. എന്താ ലോലിത, അരി പൊടിക്കുമ്പോ എന്ന് പറഞ്ഞാൽ മതി. ഗോതമ്പാണ് അണ്ണാ നല്ലത്. അരി മതി കേട്ടോ. ഗോതമ്പ്. എന്നാ പിന്നെ മല്ലി മുളകും പൊടിക്കുമ്പോ അതിൽ വീണു പറയാം. മല്ലി മുളകും വേണ്ട, മല്ലി പൊടിച്ചപ്പോ വീണു എന്ന് പറഞ്ഞാൽ അത് മല്ലി ഫിക്സ്. അത് പറഞ്ഞാൽ മതി. നമസ്കാരമുണ്ട് മാഡം. ഞാൻ മില്ലിന്ന് വരികയാണ്. ഗൾഫിൽ നിന്ന് വരുന്നു, പട്ടാളത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ മില്ലിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ എവിടുന്നാ? ഞാനേ ഒരു മില്ലിന്റെ പ്രൊപ്പറേറ്ററാണ്. അയ്യോ അതിന് ഇത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഉടമസ്ഥൻ എന്ന് പറഞ്ഞാ പോരെ. അതെ, പക്ഷെ ബോർഡില് പ്രൊപ്പറേറ്റർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓ അല്ല ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്കൊരു മലിനം വേണം. മലിനോ? ഒരു മലിനം. മലിനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അത് വേണം എനിക്ക്. നിങ്ങൾ വരുമ്പോ ഇങ്ങനെ ചോദിക്കുമ്പോ എടുത്ത് തരാൻ ഞാൻ അത് വിൽക്കുന്നൊന്നുമില്ല. അല്ല അത് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ സൗകര്യത്തിന് എടുത്ത് തരാൻ പറ്റുമോ? എന്താ വെച്ചാലേ മുമ്പ് ഇവിടുന്ന് തന്നിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് കയ്യില്. അതെന്താ വെച്ചാലേ പഴകിയിട്ടുണ്ട്, ലേശം വാക്കൊക്കെ പൊട്ടിപ്പോയി. ഇത് മില്ലാണെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പൊ അരി പൊടിക്കുന്ന സമയത്ത് അരിയല്ല എന്താ മല്ലി പൊടിക്കുന്ന സമയത്ത് അതിൽ പെട്ടു, മെഷീനിൽ പെട്ടു. അപ്പൊ ആ വക്കൊക്കെ ഒന്ന് പൊട്ടിപ്പോയി. അതാണ്. നന്നായിട്ടുണ്ട്. ഇത് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടോ. അതിൽ കൊണ്ടുപോയിട്ട് സാറ് വരുമ്പോ എടുക്കുവോ? കൊണ്ടിട്ടോ. അതന്നെ ഞാൻ വരുമ്പോ അതില് എന്തൊക്കെയോ സർട്ടിഫിക്കറ്റോ പിന്നെ ആപ്ലിക്കേഷനോ കിടക്കുന്നു കണ്ടു. നിങ്ങൾക്ക് ഈ മില്ല് നടത്തണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലേ? എനിക്ക് ആഗ്രഹമുണ്ട് മാഡം. മാഡത്തിന് ആഗ്രഹമുണ്ടോ? നല്ലതാണ്, സ്ത്രീകൾക്കൊക്കെ പറ്റിയ പണിയാണ്. ഇന്നത്തോടെ തന്റെ മില്ല് അടച്ചു പൂട്ടും. അയ്യോ മാഡം, ഞാൻ പൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എനിക്ക് പഞ്ചായത്ത് കൊണ്ട് കൊടുക്കണം. അത് കൊണ്ടേ കൊടുത്തിട്ടേ ഞാൻ മില്ല് തുറക്കണുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും,
നിങ്ങളുടെ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്ത് പൊടിയിൽ വീണ ദ്രവിച്ചു പോയത്? ഇത് മഞ്ഞൾ പൊടി. മഞ്ഞൾ പൊടിയിൽ വീണ് ദ്രവിച്ചു പോയി. മഞ്ഞളല്ല, മല്ലിപ്പൊടി. മല്ലിപ്പൊടിയിൽ വീണ് ദ്രവിച്ചു പോയി. അതുകൊണ്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നും പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ കൊടുക്ക്. ആർക്ക് കൊടുക്കണം? സാറിന് കൊടുക്കണം. ഓഫീസറിന് കൊടുക്കണം. തന്റെ ഈ ദ്രവിച്ച സർട്ടിഫിക്കറ്റ് കണ്ടാലുണ്ടല്ലോ തനിക്കെതിരെ നടപടി എടുക്കും. അതിനു മുമ്പ് ഇത് ശരിയാക്കാൻ നോക്ക്. ഇതൊരു കാര്യം ചെയ്താലെന്നാല് ഈ ഓട്ട വീണ സ്ഥലത്തൊക്കെ അടിയിലൊരു പേപ്പർ വെച്ച് ഒട്ടിക്കുക. അങ്ങനെ ചെയ്താൽ മതിയോ? നല്ല ഐഡിയ. പക്ഷെ എന്നാലും ഈ കീറിപ്പോയത് എന്ത് ചെയ്യും? പിന്നെ ഈ അക്ഷരം മാഞ്ഞു പോയി, അപ്പൊ എന്താ കാട്ടുന്നത്? അത് ആ ഓഫീസർ അങ്ങ് എഴുതി തരും. മാഡം, വേറെ ഒരു കാര്യം. എന്താ? എന്തെങ്കിലും പൊടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ വന്നോളൂ. ഞാൻ തിരക്കാണെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്തു തരാം, കുഴപ്പമില്ല. ആണല്ലേ? അതിന് നിങ്ങളുടെ മില്ല് പൂട്ടാൻ പോവല്ലേ? പൂട്ടിയല്ലോ. ഇത് കഴിയുമ്പോ തുറക്കുമല്ലോ നമ്മള്. തുറന്നാ അല്ലേ വരണ്ടു? വന്നോളൂ പറയാ കേട്ടോ, തുറന്ന് ചെയ്തു തരാണ്ട്. സാറല്ലേ? അതെ. എന്ത്? ഞാൻ പെരിയാർ സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ്, പാരിജാതൻ. അത് ശരി. കുത്തിരിക്ക്. സാറേ, ഞങ്ങൾ ഒരുപാട് കാലങ്ങളായി ഓഫീസിൽ പരാതി തരാൻ തുടങ്ങിയിട്ട്. അത് ശരി. ഞങ്ങൾ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവരാണ്. ഈ പുഴയുടെ സൈഡിലുള്ള വലിയ വലിയ കമ്പനികളിൽ നിന്ന് രാസമാലിന്യങ്ങൾ ഒഴുക്കി വരുന്നതുകൊണ്ട് മീനൊക്കെ ചത്തുപൊങ്ങണേണ്. അവിടെ പരിസര പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം നടത്തി ജീവിക്കണവരാണ് ഇവര്. 2-3 മാസമായിട്ട് പണിയെടുത്തിട്ട് ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. മംഗലാപുരത്ത് നിന്നൊക്കെയാണ് ഈ ചീഞ്ഞ അയച്ചിട്ട മീനൊക്കെ വരുന്നത്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ മീന് മംഗലാപുരത്ത് നിന്നാ ഞങ്ങൾ വരുന്നത്? ഞങ്ങളടുത്ത് പറഞ്ഞു അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് അയച്ചിട്ടത്. സാറേ, ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായി. ഞാൻ ഈ പ്രശ്നം ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ കേൾക്കാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ പ്രശ്നം. സാറേ, ഞങ്ങൾ പരാതി തരണല്ല. സാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജാതി വാർത്തകളൊക്കെ ഇവിടെ നിരന്തരം മണിക്കൂറിൽ 3 പേര് വന്ന് കയറുന്നുണ്ട് ഇവിടെ. ഈ പെരിയാറിലെ കാര്യം തന്നെ പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒന്ന് വെള്ളം മുക്കി പരിശോധനക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോകണമാണ്. എന്നിട്ട് വല്ല നടപടി സ്വീകരിച്ചോ? 2 മാസം മുമ്പ് പരിശോധിച്ചല്ല. നിങ്ങൾ ആ കടപ്പുറത്ത് കയറുന്ന ബഹളം ഉണ്ടാക്കണത് ഇവിടെ കാട്ടിയിട്ട് കാര്യം. അത് ഓഫീസാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ഇവിടുന്ന് വെള്ളം മുക്കി അങ്ങോട്ട് പരിശോധിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പറയാണ്ട് കൊണ്ട് പരിശോധിക്കൊന്നുമില്ല. നിങ്ങളുടെ ഈ പരാതി അനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോ പ്രാവശ്യം പരാതിക്ക് അനുസരിച്ച് അവിടെ നിന്ന് ചെന്ന് അവിടുത്തെ ഓരോ പ്രദേശത്തെയും വെള്ളം എടുത്ത് അത് പരിശോധനയ്ക്ക് അയക്കും. എന്നിട്ട് അതിന്റെ റിസൾട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. സാർ, ഇന്നാളെ അതിന്റെ റിസൾട്ട് വന്നപ്പോ NRHM കമ്പനി, IRDP കമ്പനിയും അളവിൽ കൂടുതൽ വിഷതാപം ഒഴുക്കണമെന്ന് റിപ്പോർട്ട് വന്നില്ലേ? എന്നിട്ട് അവർക്ക് ഒരു നോട്ടീസ് കൊടുക്കുക, അത് പൂട്ടിക്കുക ചെയ്തോ? നോട്ടീസൊക്കെ അതാത് സമയത്ത് അവിടെ എത്തിക്കണ്ട്. പിന്നെ പൂട്ടിക്കാന്ന് പറഞ്ഞാല് 10,000 ചില്ലാനം 6,000 ചില്ലാനൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യണ ഒരു സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുങ്ങേ. ഓടി അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് പൂട്ടിക്കോ പറഞ്ഞാൽ ഞാൻ പൂട്ടുന്നാക്കോലായിട്ട് നടക്കില്ല. സാറേ, 6000 പേര് തൊഴിലെടുക്കുമ്പോൾ ലക്ഷങ്ങളാണ് കൃഷിയും കുടിക്കാനും കുളിക്കാനും ഒക്കെ ഈ വെള്ളം ഉപയോഗിക്കുന്നത്. അവരുടെ ആരോഗ്യവും പുഴയൊക്കെ ആര് സംരക്ഷിക്കും? അതിന് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ നിങ്ങള്? ഇതെന്താണ് ഇപ്പം മത്സ്യങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം? മത്സ്യം ചത്തുപോകുന്നതുകൊണ്ട് അവരുടെ ജീവിതം അപ്പൊ സുഖല്ലേ? നിങ്ങൾ പോയിട്ട് നടുകടലിൽ ചെന്ന് വല വീശി പിടിക്കണ നേരം കൂടെ നിങ്ങളുടെ മുമ്പിൽ തന്നെ ചത്തുപോങ്ങല്ലേ വിറക്കി വിറ്റാ പോലെ. എന്നിട്ട് നാട്ടുകാരുടെ തല്ലുകളാണ് ഈ വിഷത്തിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോ വിസയിടില്ല. നിങ്ങൾ ഈ കൊണ്ടുവരുന്ന മീനൊക്കെ നല്ല ഒന്നാന്തരം മീനാ. വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. നമ്മളുടെ വിഷയം ഇവിടെ പെരിയാറ് മലിനമാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പെരിയാറ് മലിനാക്കണത് ഞാനും എന്റെ കുട്ടികളും ഭാര്യയും കൂടിയിട്ടല്ല. അത് ഈ പ്രദേശത്തുള്ള അവിടെ ആ പ്രദേശത്ത് താമസിക്കുന്ന നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള ഫാക്ടറികളിൽ നിന്നും ഇതൊക്കെ വരുന്ന മലിനീകരണങ്ങളാണ്. നടപടി സ്വീകരിക്കേണ്ടത് സാറിന്റെ ഉത്തരവാദിത്തമല്ലേ? നടപടി സ്വീകരിക്കാൻ പറഞ്ഞ ഇവിടുന്ന് പേപ്പർ കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് പെരിയാറിലേക്ക് വരുന്നത് മലിനക്ക് ഇങ്ങനെ പോയി തടയാൻ പറ്റുമോ? കമ്പനിക്കാരിൽ നിന്ന് കൈക്കൂലി മേടിച്ചിട്ടുള്ള ഇതൊക്കെ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ബാലൻ. നിങ്ങളുടെ പേരോ? എന്റെ പേര് സുമേഷ്. സുമേഷും ബാലിനും ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഇതിന്റെ ആരാണ്? ഞാൻ ഇതിന്റെ ചെയർമാനാണ്. നേതാവല്ലേ? അപ്പൊ ഒരാൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ നിങ്ങൾ രണ്ടാണ് പുറത്തേക്ക്. നിങ്ങൾ നേതാവ് പറഞ്ഞ പോലെ എല്ലാം ശരിയാക്കിയിട്ടാണ് അങ്ങോട്ട് വരാം. പിന്നെ നേതാവായിട്ട് പിന്നെ ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. പോയിരു നിങ്ങൾ അങ്ങോട്ട് നിന്ന് നിൽക്ക്. നിങ്ങളവിടെ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമല്ല, ഓഫീസാണ്. ആദ്യം ഓഫീസിന്റെ ഉള്ളിലേക്ക് പോലെ പുറത്തെ വഴി അതാണ്. അങ്ങോട്ട് പോ, അതിലെ പോ. അങ്ങോട്ട് ഒക്കെ കൂടി ബഹളം ഉണ്ടാക്കിയിട്ട് തിക്കും തിരക്കുണ്ടാക്കുക. എന്താണ് ഇപ്പൊ ഈ സംഗതി പറഞ്ഞെന്താ മനസ്സിലാവുണ്ടോ? ഈ സംഗതി നിങ്ങൾ നേതാവല്ലേ? നിങ്ങൾ നേതാവൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നോളാം. ഞാൻ ഇവിടെ ഓഫീസറായിട്ടും ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ ചത്ത് ചീഞ്ഞതായാലും വേണ്ടില്ല, എങ്ങനത്തെ ബസറ്റായാലും വേണ്ടില്ല, നമ്മുടെ ആൾക്കാർ ഇതൊക്കെ മേടിച്ച് തിന്നോളും. പരിഹാരം എന്ന് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കാണണം നിങ്ങൾ തന്നെ. ഈ കമ്പനികളുണ്ടല്ലോ, അവരൊക്കെ ഇവരോടൊക്കെ പറഞ്ഞിട്ടേ എന്തെങ്കിലും അതിന് വേണ്ട ഒരു നടപടിയൊക്കെ എടുക്കുക. ചർച്ച നടത്തണം കുറച്ച്. എന്നിട്ട് ആ ചർച്ച നടത്തിയിട്ട് ഇവിടെ വായോ. അപ്പൊ നമുക്കത് പകുതിശാക്കാം ചർച്ച. അത് കുഴപ്പമില്ല.
അത് പറഞ്ഞ് സ്വകാര്യം പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളൊരു നേതാവല്ലേ, നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാനൊരു ഓഫീസറാണ്, എനിക്ക് ജീവിക്കണ്ടേ? ലോകത്ത് എല്ലാവരും സുഖമായിട്ട് ജീവിക്കട്ടെ. പിന്നല്ലാണ്ട് ആൾക്കാർ ഒട്ടന്മാരല്ല, അവരെന്തും മേടിച്ചു തിന്നും. ഏത് ദിവസം ഇവിടുന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റുള്ള രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അവർ സമ്മതിക്കൂല, വിഷമുള്ളത് അവർ മേടിക്കൂല. അവിടുന്ന് ഒന്നും അങ്ങോട്ട് കയറ്റുമതി ചെയ്യിക്കൂല. നമുക്കെന്തും മേടിച്ചില്ല. അതൊക്കെ ഞാൻ സംസാരിച്ചു. നിങ്ങൾ എന്റെ നിലപാടൊക്കെ എന്താ ചെയ്തോളാം. ഒറ്റക്ക് മാത്രം വന്ന പോലെ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ആയിട്ട് ഇടുവാ ഒരു ദിവസം. അത് വിളിച്ചോ, എന്റെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ 2 അടിയും കൊടുത്തു, അതൊന്നും കുഴപ്പമില്ല. അവ ശരി, അങ്ങനെ ആകെ പ്രശ്നമായി മാഡം, ഒന്ന് സഹായം. വർഷങ്ങളായി ചുണ്ണാമ്പ് ചൂള നടത്തി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഒരു അയൽവക്കക്കാരൻ വന്നിട്ടുണ്ട്, അയാൾ എന്റെ ചൂളക്കെതിരെ പരാതി കൊടുത്തിരിക്കുക. മിക്കവാറും നിങ്ങൾ ചുണ്ണാമ്പിന് കൂടുതൽ പൈസ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചു കാണും, അപ്പൊ അയാൾ പരാതി കൊടുത്തു കാണും. അതല്ല മാഡം, അയാൾ കിടന്നുറങ്ങുമ്പോ ശ്വാസം മുട്ടാത്ര. അയ്യോ, അതിനൊരു ഡോക്ടറെ കാണിച്ചാ പോരെ? അതെ, അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ഏത് ഡോക്ടറെ വെച്ചാൽ കാണിക്കുമല്ലോ. പക്ഷെ അയാൾ അങ്ങനെയല്ല ചെയ്ത്, പരാതി കൊടുത്തിരിക്കുക. ഈ പരാതി കേട്ട് ഇവിടുന്ന് വന്നൊരു സാർ അത് പൂട്ടിച്ചു. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇവിടുന്ന് വർഷം ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചാണ് ലൈസൻസ് പുതുക്കണത്. എന്നിട്ട് ഓഫീസറെ കണ്ട് പുതുക്കിയായിരുന്നോ ലൈസൻസ്? ഇല്ല. നിങ്ങൾ ഈ കക്ക വാരി ചൂളയിലിട്ട് വെള്ളമൊഴിച്ച് തീ കത്തിച്ച് ചുണ്ണാമ്പുണ്ടാക്കുന്നത് പോലെ ഞങ്ങളുടെ ഓഫീസറെ കണ്ട് അതിൻ്റെതായ രീതിക്ക് സംസാരിച്ച് തണുപ്പിച്ച് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് ലൈസൻസ് പുതുക്കണം. കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട്? അതെ. എന്നാ ശരിയാവൂലേ? ഞങ്ങളുടെ ഓഫീസറെ പോയി കണ്ടോളൂ. ഞാൻ ഇവിടെ വരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല സാറ്, ഇന്നലെ ഞാൻ ഇല്ലാത്ത നേരത്ത് ചുണ്ണാമ്പ് ചൂളയില് വന്നിട്ട് ഇനി ഇത് കത്തിക്കണമെങ്കിൽ ഇതിന്റെ ഉടമസ്ഥ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. സുഖതേ. എന്നിട്ട് ഇപ്പൊ ഇതുവരെ കത്തിച്ചില്ല സാറേ. എന്റെ കഞ്ഞിക്കലാണ് സാറേ ചുണ്ണാമ്പ് ചൂള. ഈ കഞ്ഞിക്കലം കത്തിക്കണ മാതിരി ഈ ചൂള കത്തിച്ചാലേ കാൽസ്യം കാർബണേറ്റ് പ്ലസ് ഹീറ്റ് സമം കാൽസ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാദ്യ സാധനങ്ങളൊക്കെ കൂടി പോകഞ്ഞ് ഈ അയൽഭാഗത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാരുടെ കണ്ണിലും മൂക്കിലും വയറ്റിലൊക്കെ കയറും, എന്നിട്ട് വയ്യത്താവും. സാർ ഇങ്ങനെ പോയാൽ ഞാനും പട്ടിണി കിടന്ന് വയ്യത്താവും. സാർ ഇന്നലെ വരെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ സാറേ? ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള അയൽവക്കക്കാരൻ അല്ല, അയാൾ എന്റെ ചൂളയുടെ അടിയിൽ തന്നെ വന്നിട്ട് വീട് വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ടല്ലേ എനിക്ക് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. 1986 എൻവോൺമെന്റ് ആക്ട് അറിയോ? തനിക്ക് അറിയോ? അല്ല, ഞാൻ ഇതേമാതിരി ലൈസൻസ് പുതുക്കാൻ ആദ്യമായിട്ട് സാറിന്റെ അടുത്ത് വന്നപ്പോഴേ സാറ് ഒരുപാട് റൂൾസും ഇതൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ അതൊന്നും വേണ്ടുവന്നില്ല. ഞാൻ എന്നിട്ട് എങ്ങനെ ശരിയാക്കി തന്നെ? അല്ല, അന്ന് സാറ് പറഞ്ഞില്ലേ ഒരു 300 റുപ്യ തന്നാൽ പിന്നെ എല്ലാം ശരിയാവും. പിന്നെ ഒന്നും വേണ്ടി വന്നില്ല. ഇന്നപ്പം ഞാൻ ആ റൂളൊക്കെ മാറ്റി. അയ്യോ ചതിക്കരുത് സാറേ, എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം. അല്ല, അത് ശരിയാക്കി തരും. റൂള് ചെറുതായിട്ടൊന്നും മാറ്റിയെന്നുള്ളൂ. അപ്പൊ അങ്ങനെ അല്ല എൻ്റെ റൂള്. 1000 റുപ്യ തൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുക. എൻ്റെ ജീപ്പ് കിടക്കണ്ട അവിടെ ഓഫീസിന്റെ പുറത്തേ. അപ്പൊ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ 1000 റുപ്യ ഇടണം. അപ്പൊ പിന്നെ ചുണ്ണാമ്പ് ചൂളന്ന് പുകയൊന്നും വരില്ല അല്ലേ? ആ കാര്യം ആലോചിച്ചിട്ട് തന്റെ തല പോക്കണമെന്നില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി. അതിട്ടിട്ട് അങ്ങോട്ട് പോയാൽ പറ്റില്ല. എൻ്റെ ആ ജീപ്പ് ഒന്ന് തള്ളി തരണം. അപ്പൊ തന്റെ ആ പരാതി ഇവിടെ വന്ന് ഞാൻ ഇവിടെ അങ്ങോട്ട് തള്ളി തറയും. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. എന്നാ പിന്നെ ഞാൻ സമയം കളയേണ്ട, ജീപ്പിന്റെ അവിടെ പോയി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യായിരിക്കും നല്ലത്. ഇപ്പൊ പുറത്തം കിട്ടി. വെറുതെ അങ്ങോട്ട് വന്നിട്ട് ചുണ്ണാമ്പ് ചൂളയാണ്, അതാണ് ഇതാണ് പുകയാണ്, ജീവിക്കാൻ മാർഗമില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ജീവിക്കണ്ടേ. നമസ്കാരമുണ്ട് മാഡം. കോയ് സാർ എപ്പോ വരും? ഏത് കോയ് സാറ്? ഇവിടുത്തെ ഓഫീസർ കോയ് സാറ്. അദ്ദേഹത്തിന്റെ ക്യാബിനിലുണ്ട്. ഫീൽഡിൽ പോകാൻ വേണ്ടി റെഡി ആവാം. പെട്ടെന്ന് പോയി കണ്ടോ. അതെല്ലേ, അവിടെ ഉണ്ടല്ലേ. പിന്നെ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ട പോലെ കൊടുക്കണം. ഓ, സാറിന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടോളി. ഇത് ഇനി കേട് വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാനൊരു ഫ്രെയിം ചെയ്തു എന്നതാണ്. നമസ്കാരം സാറേ. വിഷവസ്തുക്കൾ, അതിലെ രാസവസ്തുക്കൾ. ഞാനേ നടന്നിട്ട് എന്റെ കയ്യും കാര്യം കുഴങ്ങിയിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കിട്ടി ഞാൻ ഇരുന്നാലോ സാറേ? അവിടെ കുത്തിയിരിക്കും. ഓ, സമാധാനം. എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എൻ്റെ കയ്യിലേ. കാർബൺ ഡൈ ഓക്സൈഡ്. ഇതെന്താ വെച്ചാല് ലേശം തുള വീണിട്ടേ. ഫ്ലോറോ കാർബൺ. സാറിത് മുമ്പ് എനിക്ക് ഒപ്പിട്ട് തന്നതാണ്. കാർബൺ മോണോക്സൈഡ്. പിന്നെ
എൻ്റെ പേരുമുണ്ട്, അതൊന്നും പോയിട്ടില്ല ഡയോക്സിൻ. സാറേ എൻ്റെ ഈ പൊല്യൂഷൻ മലിന സർട്ടിഫിക്കറ്റ് ഇല്ലേ, ഇത് ഈ മറ്റേ അരിപ്പൊടിയുടെ ഇതിലെല്ലാം കൂടെ കടന്നിട്ട് ആകെ ഇതായിപ്പോയി. അരി മറ്റേ മല്ലിപ്പൊടിയിലൊക്കെ പെട്ടിട്ട് ആകെ എൻ്റെ ഈ വക്കുന്തൊക്കെ ചുരുണ്ടിപ്പോയി ഇപ്പോൾ. എന്നാൽ കുറച്ച് വേപ്പിൻ്റെ അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാറുന്നില്ലേ? അല്ല, അത് ഇനി ഇത് കുഴപ്പമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു ഫ്രെയിം ഇട്ടിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ എൻ്റെ എക്സ്റേ? എക്സ്റേ അല്ല, എൻ്റെ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് പഴകിപ്പോയി. അപ്പോൾ ഇതൊന്ന് സാറ് എടുത്തിട്ട് എനിക്ക് വേറൊരെണ്ണം തരണം. ഇവിടെ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് പുതിയത് തരാം. അത് അലുമിനിയ പാത്രത്തിന്റെ കട അല്ല അത്. അല്ല, ഇവിടെ ഉണ്ടല്ലോ. അത് ഇവിടുന്ന് തരില്ലേ? ഇനി തനിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ താൻ വില്ലേജിൽ ചെന്ന് കരടച്ച് താലൂക്ക് ഓഫീസിൽ നിന്ന് അവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇത് വാങ്ങിയാൽ മാത്രം പോരാ, തൻ്റെ അയൽപക്കത്തുള്ള സകലമാന ആൾക്കാരുടെ കൂടിയാന്തരം കയറി ഇറങ്ങി എല്ലാവരുടെയും ഒപ്പ് ശേഖരിക്കണം. ആ ഹംക്യങ്ങളുടെ ഒക്കെ അവർക്ക് കുഴപ്പമൊന്നുമില്ല സാറേ. അവർക്ക് കുഴപ്പമില്ലാന്ന് താൻ പറഞ്ഞാൽ പോരാ, ഇവിടെ എവിഡൻസ് ആണ് ആവശ്യം. അവർക്കും കൂടി ഉപകാരമുള്ള സ്ഥാപനമല്ലേ ഇത്? അല്ല, ഉപകാരം പറഞ്ഞാൽ താൻ ഇവിടെ പൊടിപ്പിക്കണം, മുളക് പൊടി അരിപ്പൊടി ഇതൊക്കെ അവരുടെ മൂക്കിലും ആയാലൊന്നും കയറില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരെഴുതി ഒപ്പിട്ട് തരണമെന്നേ. അത് ആ പേപ്പർ കൊണ്ടുവരണം. അതായത് ഇതൊന്നും നടക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് മുമ്പ് തന്നതല്ലേ ഇവിടുന്ന്? എങ്ങനെയാ തന്നത്? അത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ അന്ന് കൊണ്ട് തന്നതാണല്ലേ. കുറെ കാലം മുമ്പ് താൻ തൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഒരു മോന്തി നേരത്ത് നമ്മുടെ കുടുംബത്ത് വന്നിട്ടുണ്ടാ? എന്റെ കുടുംബത്ത് വന്ന് ഓർമ്മയുണ്ടോ? ഒരു 300 രൂപ. അപ്പൊ അതേമാതിരി ഒരു വരവും കൂടി വരേണ്ടി വരും. ഇനി 300 രൂപ? ഇനി 300 രൂപ അല്ല, ഇപ്പൊ താൻ പൊടിപ്പിക്കണം, ഗോതമ്പ് പൊടിപ്പിക്കണം, എന്ത് വിലക്ക? ഒരു ചായക്ക് എന്ത് വില ഉണ്ട് ഇപ്പൊ? ചായക്ക് കൂടിയിട്ടുണ്ട്, കുറച്ച് കൂടിയുണ്ട്. അപ്പൊ ഇപ്പൊ 300-ന് പകരം ഒരു 3000 രൂപ ആയിട്ട് അങ്ങോട്ട് വരും. എന്താ അങ്ങനെ എത്ര വല്ലാത്ത എഫക്റ്റ്? 3000 രൂപക്ക് അതൊക്കെ വേണ്ടി വരും. സാറേ, എനിക്ക് ഒരാഴ്ചയൊക്കെ പണിയെടുത്താൽ പോലും എനിക്ക് 3000 രൂപ കിട്ടും. അതൊക്കെ നിൽക്കും. അതെ, അങ്ങനെയൊക്കെ തന്നെ ഇവിടുന്ന് കിട്ടല്. കിട്ടിയാൽ തന്നെ എന്താ ചെലവ്? സാധനങ്ങളുടെ ഒക്കെ വില എന്താണ്? എല്ലാവർക്കും കഴിയണ്ട, ഞങ്ങൾക്ക് മില്ലുകാർക്ക് മാത്രം കഴിഞ്ഞാൽ മതിയാ. അപ്പോൾ ഈ 3000 രൂപേൻ്റെ ജീപ്പ് അവിടെ പുറകിൽ കിടക്കുന്നുണ്ട്, അവിടെ ഓഫീസിൻ്റെ പുറത്ത്. അതിൽ ആ 3000 രൂപ അതിൻ്റെ പുറകിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അങ്ങോട്ട് പോവരുത്, ആ ജീപ്പൊന്ന് തള്ളി തരണം. അപ്പോൾ തൻ്റെ പരാതിയൊക്കെ ഇവിടുന്ന് തള്ളി നീങ്ങും, തൻ്റെ അപേക്ഷയൊക്കെ ഇവിടെ എടുക്കും, കാര്യങ്ങളൊക്കെ വേഗം നീങ്ങും. അപ്പം എന്നാൽ നേരങ്ങൾ എൻ്റെ വേഗം നോക്കും. നിങ്ങൾ ഇന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. ആ ബാക്കിൽ പുസ്തകം വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്ക്. വണ്ടിയുടെ പുറകിൽ പുസ്തകം വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചോ. എൻ്റെ പിന്നാലെ നടക്കണ്ട. ഇതെന്ത് കൂർക്കം വലിയാറോ അത്? ഇനി താൻ അങ്ങനെ കിടന്ന് കൂർക്കം വലിച്ചാൽ ശബ്ദ മലിനീകരണത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും. 86 ഡെസിബിലിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദ മലിനീകരണ ആക്ട് പ്രകാരം എന്താ ചെയ്യേണ്ടത് അറിയാം എനിക്ക്? ആരോടാ പറയണത്? കണ്ണും തുറിച്ചിരിക്കുക എന്നല്ലാണ്. കൊണ്ടുവെക്കുക, അവിടെ കൊണ്ടുവെക്കുക. പോവാൻ പറ്റേ വണ്ടി ഒന്ന് തള്ളണം, വണ്ടി തള്ളണം. അതൊക്കെ കൂടിയിട്ടല്ലേ പറഞ്ഞത്? വണ്ടി ചാത്തി ആ വണ്ടി തള്ളേ. എനിക്ക് ശ്വാസം മുട്ടലാണ്, വല്ലണം തള്ളാൻ പറ്റില്ല. അത് വെറും പുകയല്ല, കാർബൺ മോണോക്സൈഡ്. ന്യായം മായം, മാനം മുട്ടും പണമുണ്ടേലും മായം വിൽക്കും തടയണ്ടാരും. നല്ലേലും ബില്ലേലും പെല്ലേലും മറിമായം, ചുണ്ടേലും ചിന്തേലും ചന്തേലും മായം. ഇക്കാണണ കളിയെല്ലാം പൊക്കാനും മറിമായം.